ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോബൺ ബോൺ. അങ്ങനെ ആഴ്ചകൾക്കും ആഴ്ചകൾക്ക് ശേഷം വി ആർ ബാക്ക്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ എന്താണ്, ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ചൂടും എന്നത്തെയും പോലെ ഇന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്ന് കേരളത്തിലെ അസഹനീയമായ ചൂട്, അതോടൊപ്പം തന്നെ ചൂട്ടത്ത് നടക്കുന്ന ഇലക്ഷൻ കഴിഞ്ഞു. റിസൾട്ട് വരാനുള്ള വെയിറ്റിംഗിലാണ് എല്ലാവരും. 4-ാം തീയതി. ഇന്നിപ്പോ നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യണ 1-ാം തീയതിയാണ്. ഇതിന് മിക്കവാറും 5-ാം തീയതി അപ്ലോഡ് ചെയ്യാം. ആര് തൂക്കും അടുത്ത 5 വർഷം? നീ പറയും, ആര് തൂക്കും? എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ്. എല്ലാരും കോൺഗ്രസ് തൂക്കുന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. അതെ, താമര എന്തായാലും വിരിയാൻ പോണില്ല. താമര വിരിയൂല. താമരക്ക് പക്ഷെ ഇപ്രാവശ്യം സീറ്റ് കൂടുതൽ കിട്ടുമെന്ന് പറയപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തും കാര്യങ്ങളിലൊക്കെ സീറ്റ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇന്റർപോൾ അല്ലേടാ, മറ്റേ ഇവരിങ്ങനെ മുന്നേ നോക്കില്ലേ എന്താ സംഭവം എന്നുള്ളത് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കണ സംഭവത്തില് LDF 74 സീറ്റോളം LDF കിട്ടും, 75 സീറ്റോളം LDF കിട്ടുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ UDF 80 സീറ്റോളം UDF കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. കോൺഗ്രസ് കയറും എന്നാണ്, അടുത്ത 5 വർഷം കോൺഗ്രസ് ഭരിക്കും. പക്ഷേ ഈ പറഞ്ഞ കോൺഗ്രസ് ഭരിച്ചിട്ടും അവർക്കും ഒരു എന്താ പറയാ, കോൺഗ്രസിന് ഇപ്രാവശ്യം കൂടെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പെട്ടുപോകും. അയ്യോ, കിട്ടിയില്ലെങ്കിൽ പെട്ടുപോകുന്നില്ല. പെട്ടൂല പറഞ്ഞാ 10 കൊല്ലമായിട്ട് പറഞ്ഞില്ല. അങ്ങ് 10 കൊല്ലമായിട്ട് ഭരണമില്ല. പിന്നെ എന്തൊരു പെടാ, ഇത് കൂടുതൽ എന്തിട്ട് വേണ്ടേ? 10 കൊല്ലം ഭരിച്ചൊരു ഭരണം നല്ല രീതിക്ക് ഭരണം നടത്തിയിട്ടില്ലല്ലോ. ഭരണം അതില്ലടാ, ഭരണം കിട്ടിയാലല്ലേ അവർക്കും ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഫണ്ടില്ലാത്ത പാർട്ടി പോലെ ആവില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം കോൺഗ്രസ് കയറും എന്നാണ് മെജോറിറ്റി. അല്ല, മെജോറിറ്റി എല്ലാവരും പറയണത് അങ്ങനെ തന്നെയാണ്. പിന്നെ LDF കാരനെ കുറെ പേര് UDF വോട്ട് ചെയ്തെന്നൊക്കെ പറയണ്ടായിരുന്നു. ചെയ്യൂലോ. അങ്ങനെയാണ് എന്താ പറയാ, അടുത്തുള്ള വൃത്തങ്ങളിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട്. എന്താ പറയാ, കൂട്ടത്തിൽ കുതുകാലം വെട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ പറയാം. അതും ശരിയാണ്. പക്ഷേ ഈ ഒരു സീറ്റ് 2 സീറ്റിനൊക്കെ അങ്ങനെ വിജയിച്ചപ്പോൾ ഒരു 72 സീറ്റ് അങ്ങനെയൊക്കെ ജയിക്കുമ്പോഴാണ് പിന്നെയും കുറച്ചും കൂടെ ടാസ്ക് ആവുക. മീൻസ് ടെൻഷൻസ് റൈസ് ആവും. അതായത് ആരെങ്കിലും ഒരാൾ ഇതുപോലെ ഒന്ന് പുതുകാലി വെട്ടി മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ. അതായത് UDF ഒരു 71 സീറ്റ് കിട്ടി, അല്ലെങ്കിൽ 71 സീറ്റിലാണ്, ഒരു സീറ്റില് ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കണമെന്ന് വിചാരിക്കും. ആരെയെങ്കിലും ഒരാളെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മറിച്ചാൽ കഴിഞ്ഞു. വീണ്ടും ഇപ്പോൾ ആ മറഞ്ഞ ആള് കയറി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അപ്പോൾ LDF തന്നെ കിട്ടും. പക്ഷേ LDF ഇനി ഭരിച്ചാൽ കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നാണ് അഭിപ്രായം? എനിക്കങ്ങനെ ആ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല. അതെന്താ? എന്താ പറയാ, അല്ല മാറി വരണമല്ലോ. എപ്പോഴും ഒരു ടീം തന്നെ 10 വർഷം LDF ഭരിച്ചു കേരളത്തിലെ. മാറ്റങ്ങളുണ്ടോന്ന് ചോദിച്ചാൽ മാറ്റങ്ങളുണ്ടോന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു മറ്റേ 100 ഗുണങ്ങൾ ചെയ്യുമ്പോൾ 100 ദോഷങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ അല്ല, പുള്ളി ഒരിടത്ത് 100 നന്മ ചെയ്യുന്നുണ്ട്, ഇപ്പഴത്തെ 100 അഴിമതിയും ചെയ്യുന്നുണ്ട്. അപ്പൊ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്, മറ്റെന്താ പിന്നീന്ന് കുത്താനും ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ പുള്ളി നിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ ഭരണം ഒരുമാതിരി രാജ്യഭരണമായി മാറുന്നുണ്ടോ, കടക്ക് പുറത്ത് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയും LDF കേറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആള് മാറേണ്ട ഒരു സമയമായി. കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ പാർട്ടിയിലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആള് മൂപ്പരാള് മാറിയിട്ട് ഇനി വേറെ വല്ല അവരുടെ പാർട്ടിയിൽ വേറെ ആൾക്കാരുണ്ടല്ലോ, ആള് മാത്രമല്ലല്ലോ. പാർട്ടി പറയുമ്പോ ഇല്ലടാ, കുറെ പേരുണ്ടാവില്ലേ. അപ്പൊ വേറെ ആർക്കെങ്കിലും കൂടി ചാൻസ് കൊടുക്കാന്ന് വെച്ചാൽ ആൾ ഇത്ര ഏജ് ആയി, ആൾക്കാരെ നടക്കാനൊന്നും വയ്യ, പിടിച്ചു കൊടുക്കൂല. തരില്ലടാ, ഞാൻ കൊന്നാലും തരൂലടാ. മൈൻഡ് സെറ്റ് ആണെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യില്ല. നമ്മുടെ ഇവിടെ ആര് ജയിക്കുന്നതാണ്? അതെ, നമ്മുടെ എവിടെയാ? ഇവിടെ ടൈറ്റാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ LDF രണ്ടും ടൈറ്റാണ്. സേവ്യർ ചിറ്റിലപ്പള്ളിയും വൈശാഖനുമാണ് ഉള്ളത്. BJPക്ക് ചാൻസ് ഇല്ല. BJPക്ക് ചാൻസ് ഒന്നുമില്ല, സാധ്യതയൊന്നുമില്ല. ആരും BJPനെ വിശ്വസിക്കുന്നില്ല തോന്നുന്നല്ലേ? അത് വിശ്വസിക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കാരുടെ ഈ നോർത്തും സൈഡിലത്തെ അംഗംപൊട്ടുള്ള പരിക്കാണി. എനിക്കൊന്ന് ഇപ്പോൾ റീസെന്റ് സോഷ്യൽ മീഡിയയിൽ മറ്റേ മുന്നിൽ നിന്ന ഒരാളുണ്ടായിരുന്നു, മറ്റേ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ഒക്കെ ചെയ്തിട്ട് നോർത്ത് ഇന്ത്യൻ പുള്ളി ഇപ്പൊ BJPയിലേക്ക് ചേർന്നുണ്ട്. ആള് ഭയങ്കര അടിപൊളിയായിട്ട് മറ്റേ മൊബൈൽ ഫോണിന്റെ റീചാർജിന്റെ കേസ് കാര്യങ്ങൾ. ആളുടെ പേര് മറന്നല്ലോ, ഭഗവാനി പേര് എനിക്ക് ഓർമ്മയില്ല.
പേര് എനിക്ക് മറ്റേ കണ്ണടച്ച അതന്നെ. പക്ഷെ പുള്ളി BJP-യിലേക്ക് ചേർന്നപ്പോ പുള്ളിയുടെ നിലവാരം കുറച്ചും കൂടി താഴത്തേക്ക് ഇടിഞ്ഞു. നിലവാരമില്ല, ആളൊരു പക്ക പൊളിറ്റീഷ്യനാണ്. ഒരു കറ തീർന്ന പൊളിറ്റീഷ്യൻ എന്ന് കറക്റ്റായിട്ട് വിളിക്കാൻ പറ്റുന്ന മനുഷ്യനാണ്. ആള് പെട്ടെന്ന് ചിലപ്പോൾ BJP-യിൽ നിന്ന് മാറിയാലായിരിക്കും, അല്ലെങ്കിൽ BJP-യിലേക്ക് ചെന്നാലായിരിക്കും മൂപ്പരാൾക്ക് ചിലപ്പോൾ ഒരു നിലനിൽപ്പ് ഉണ്ടാവും തോന്നിക്കാണായിരിക്കും. മേ ബി അതായിരിക്കും. പക്ഷെ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഒക്കെ 1 മില്യൺ അടുത്ത് ഫോളോവേഴ്സ് ഒക്കെ കുറഞ്ഞ 14 മില്യൺ എന്തോ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അത് പിന്നെ 12-13 എന്തോ ആയിട്ടുണ്ട് ഇപ്പോൾ. അത്രയും താഴത്തേക്ക് പോകുന്നു പുള്ളിയുടെ. അപ്പോൾ ആൾക്കാർ BJP-യിൽ വിശ്വസിക്കുന്നില്ല. BJP-ക്ക് കയറുമ്പോൾ ആൾക്കാർ വെറുക്കുന്നു. BJP-യിൽ അതിന് പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത സംഭവം ഉണ്ടല്ലോ, പുഷിങ് ഉണ്ടല്ലോ. അതായത് BJP-ക്കാര് ഉദ്ദേശിക്കുന്ന ഈ വർഗീയത, മതവർഗീയത അല്ലെങ്കിൽ മതസൗഹാർദ്ദ വർഗീയത അത് മുന്നോട്ട് കൊണ്ടുവന്ന് ഭിന്നിപ്പിക്കാനാണ് അവര് ശ്രമിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അവര് വന്നു കഴിയുമ്പോ നാടിന് സേഫ്റ്റി ഉണ്ടോ, സ്ത്രീകൾക്ക് സേഫ്റ്റി ഉണ്ടോ, വീട്ടിലെ ആൾക്കാർക്ക് സേഫ്റ്റി ഉണ്ടോ, അങ്ങനെ ഒരു ചോദ്യവും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അതാണ് എല്ലാരും ഈ BJP പേടിക്കുന്ന കാര്യം. കാരണം നമ്മളിപ്പോ ബീഹാറിലും UP-യിലൊക്കെ കാണുന്ന ഇവര് പറയുന്നത് 100% ലിറ്ററസി ഇന്ത്യയിൽ മൊത്തം ഉണ്ട്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നത്. ഈ ബീഹാറിലും UP-യിലൊക്കെ എനിക്ക് തോന്നുന്നു ലിറ്ററസി ഉണ്ടോ, 20%, 30% അങ്ങനെ എന്തോ ആണ് ബീഹാറിൽ. അത്രയും ഉണ്ടോ? അത്ര തന്നെ, തന്നെ ഉള്ളൂ. UP-യിലൊക്കെ വരുന്നേ ഉണ്ട്. എടാ ഞാൻ പറയുന്നത് ബീഹാറിലും അവിടെയും ഇത് തന്നെയല്ലേ കാണിക്കുന്നത്. നോർത്ത് സൈഡില് കൂടുതൽ മെജോറിറ്റി BJP ആണ്. എനിക്കറിയില്ല ബീഹാറിലും BJP ആണോ? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു BJP തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. മണിപ്പൂരിലൊക്കെ BJP അറിയാം. എന്തായാലും പൊതുവെ പറയുന്നതാണ് BJP വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, സമൂഹത്തിന് വളർച്ച ഉണ്ടാവില്ല, നാട്ടിലൊരു സുരക്ഷയും ഉണ്ടാവില്ല. അതായത് BJP ഇപ്പോൾ കൂടുതലായിട്ട് എനിക്ക് നോർത്ത് സൈഡിൽ ഇങ്ങനെ BJP അല്ലെങ്കിൽ സംഘപരിവാരുടെ ഒരു കൂന്തളിപ്പുകളാണ് കുറെ സ്ഥലങ്ങളാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ കുറെ ആയിട്ട് അവരിപ്പോ ബാക്ക് ഫയറും ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആൾക്കാരും ഇതാക്കുന്നുണ്ട്. അതും ഈ ആൾക്കാർ പറഞ്ഞാൽ കുറച്ചും കൂടി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഒന്ന് വോയിസ് ഉള്ള ആൾക്കാരാണ് കൂടുതലും ഒന്ന് തിരിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ. അല്ല ലിറ്ററസി ഇല്ല, ഒരു എന്താ പറയുക, ഒരു എന്താ പറയുക മിഡിൽ ക്ലാസ് എന്നല്ല, ഒരു ലോവർ ക്ലാസ്സിനും താഴെയായിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അവർ ഡിപ്പെൻഡഡ് ആവുകയാണ്. പിന്നെ ഈ ഇലക്ഷൻ്റെ സമയമാണെന്നുണ്ടെങ്കിൽ അവിടെ 500 അല്ലെങ്കിൽ 1000 ഒരു വീട്ടിൽ കൊടുത്തിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഈ 500 വോട്ട് ചെയ്യിക്കുന്നു അങ്ങനെ കുറെ സംഭവം ഇങ്ങനെ വരാറുണ്ടെന്നല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്കൊന്നും അവിടെ ഇപ്പോഴും വോട്ടിംഗ് നടക്കുമല്ലേ? 29-ാം തീയതി ആയിരുന്നു വോട്ടിംഗ്. 24-ാം തീയതി ഉണ്ടായിരുന്നു ആസാമില്, 29-ാം തീയതി ആയിരുന്നു ഇവിടെ വെസ്റ്റ് ബംഗാളില്. തമിഴ്നാട്ടിൽ തീർന്നില്ലേ? തമിഴ്നാട്ടിൽ കഴിഞ്ഞു. തമിഴ്നാട്ടിൽ 21-ാം തീയതി 22-ാം തീയതി എന്തായിരുന്നു തമിഴ്നാട്ടിലും ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ സ്റ്റാലിനാണ് വിജയ്ക്ക് വോട്ട് ചെയ്യാനായിട്ട് പൊട്ടുന്നാണ് എല്ലാരും പറയുന്നത്. പൊട്ടു സീറ്റുകൾ ചിലപ്പോ കിട്ടുമായിരിക്കും, ചിലപ്പോ 1-2 സീറ്റ് അങ്ങനെ. പുള്ളിക്ക് വോട്ട് ചെയ്ത ആൾക്കാർ ഒരുപാട്. മുഖ്യമന്ത്രി ഒന്നാവാനൊന്നുമില്ല, എനിക്കൊന്നും തോന്നുന്നില്ലേ. പ്രധാനമന്ത്രി അല്ല, മുഖ്യമന്ത്രി എല്ലാം കൂടെ തലരിഞ്ഞു പോണല്ലേ ഭഗവാന്. അങ്ങനെയുണ്ട്. അതാണ് പ്രധാനമന്ത്രി ഇന്ത്യയുടെയാണ്, മുഖ്യമന്ത്രിയാണ് സ്റ്റേറ്റിന്റെ. ആരെ തിരിച്ചത്? ഞാൻ തിരിച്ചത്. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ. അതായത് ചൂട് പിടിച്ചോണ്ടിരിക്കുന്ന കേരളം അല്ലെങ്കിൽ ചൂട് പിടിച്ചോണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, പിന്നത്തെ ഒരു കലാപമാണ് ചൂട്. ചൂട് തന്നെയാണ്. ചൂട് അസഹനീയ ചൂടാണ്, അൺസൈക്കബിൾ ആണ്. ഇപ്പൊ 40-42 ഒക്കെ ആയില്ലേ? ഇപ്പൊ 44 പോയോ? അതും പിന്നെ സൂര്യാഘാതം 44 ഒക്കെ. നമ്മള് പാലക്കാടും തൃശ്ശൂരും നല്ല ഹോട്ടായിട്ട് നിൽക്കാറുണ്ട്. സൂര്യാഘാതമായിട്ട് കുറെ പേര് മരിച്ചു. ഈ അടുത്ത് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ മുള്ളൂർക്കര ഭാഗത്ത് ഒരു 5 വയസ്സുള്ള ഒരു കൊച്ച് മുറ്റത്ത് നിന്നിട്ട് കുഴഞ്ഞു മരിച്ചു. അത് കളിച്ചോണ്ടിരിക്കാൻ കണ്ടായിരുന്നു. ചൂട് ഭയങ്കരമാണ്. പിന്നെ ഒരു ചേട്ടന് മരിച്ചിട്ടുണ്ട് കിണർ ക്ലീൻ ചെയ്യണതിന്റെ സമയത്ത്. ഇതുപോലെ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടാന്ന് തോന്നുന്നു. 2-3 പിള്ളേർ ഇതുപോലെ ചെക്കന്മാര് ഫുട്ബോൾ കളിക്കുന്ന ഇടയിലും കണ്ട് അവർക്ക് സൂര്യാഘാതമായിട്ട് ഷോൾഡറിന്റെ സൈഡൊക്കെ ഫുള്ള് പോയിട്ട് അതിന്റെയും പ്രശ്നം ഉണ്ടായിരുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല ഒന്നാമത്. പിന്നെ ശ്രദ്ധിക്കണ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ ഒരു 11 മണി തൊട്ട് ഒരു 3 മണി വരെയെങ്കിലും വെയിലത്തേക്ക് ഇറങ്ങാതെ റൂളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു റൂള് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ് പ്രശ്നം. ആപ്ലിക്കബിൾ ആണോ എന്ന് വെച്ചാൽ സ്വയം നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം വെള്ളം മാത്രം അങ്ങനെ കുറെ കുടിച്ചോണ്ട് കാര്യമില്ല. ഇല്ല,
ഇപ്പൊ ലോഡ് കൊറേ വെള്ളം തുടങ്ങി. കൊറേ വെള്ളം കുടിച്ച് പറഞ്ഞിട്ട് പേര് നട്ടപ്പുറവേലിട്ട് പോയി അതിനും കാര്യമില്ല, സൂര്യാഘാതേക്കാള് പുറമേ വെക്കുക, ഉള്ളിലല്ലോ പുറമേ വെക്കുക. അതേറ്റ് കഴിഞ്ഞ ആൾക്കാർക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് സൺസ്ക്രീനൊക്കെ അടിച്ചിട്ട് ഇറങ്ങുക എല്ലാവരും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ചൂട് കൂടുന്നതനുസരിച്ച് KSEB പറഞ്ഞ പോലെ 10 വർഷമായി ഇനിയിപ്പോ അതും ഇലക്ഷനും തമ്മിൽ ഭയങ്കര എന്താ 10 വർഷമായിട്ട് ഇതുവരെ ലോഡ് ഷെഡിങ് ഇല്ല, മീൻസ് കറണ്ട് പോവാത്തൊരു സമയം. അതായത് മെയിൻ്റെനൻസ് വർക്ക് അല്ല പറയണേ. അതായത് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നില്ല, രാത്രി 8-8:30 അങ്ങനെ കറണ്ട് കട്ട് ഉണ്ടാവുക, നമുക്ക് അത്രയും പവർ യൂസേജ് കുറയ്ക്കുക എന്നുള്ളൊരു സെഗ്മെന്റിൽ. ഇപ്പം അങ്ങനെ ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ചൂടായി കഴിഞ്ഞപ്പോൾ ചൂടിന്റെ സമയത്തും ഇതൊക്കെ തന്നെയായിരുന്നു സ്ഥിതി. അതായത് കറക്റ്റ് ലോഡ് ഷെഡിങ് ഇല്ല. അവര് പറഞ്ഞ ലോഡ് ഷെഡിങ് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. രാത്രി ഒരു 10 മണിയാകുമ്പോൾ ചിലപ്പോൾ ഒരു പോക്കൂ, എന്നിട്ട് ഒരു 10:30 വരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 1 മണിക്ക് ഒരു പോക്കൂ. പകൽ ഓഫ് രാത്രി ആയിരിക്കുമല്ലോ എല്ലാവരും AC ഒക്കെ ഇട്ടിരിക്കണേ. ഇവര് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അതായത് ഈ സംഭവം ട്രാൻസ്ഫോമർ പടത്തിന്റെ പേരൊക്കെയാണ് തൊള്ളയിൽ വരുന്നത്. പെട്ടല്ല ഭഗവാന്. ട്രാൻസ്ഫോമറിൽ ഇതിനൊന്നും ഇത്രയും അതായത് ലോഡ് താങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഈ ട്രാൻസ്ഫോമറുകളൊക്കെ പെട്ടെന്ന് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ പൊട്ടിത്തെറിക്കുക, അതിൻ്റെ ഓവർലോഡായി പോവുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തേക്ക് ഇത് ഓഫ് ചെയ്ത് തരണം. അപ്പോൾ ഓഫ് ചെയ്ത് തരുന്ന സമയത്ത് ഇത് കൂൾ ഡൗൺ ആവും, പിന്നെ ഓണാക്കുക, പിന്നെ കുഴപ്പമില്ലാതെ കുറെ സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോമറുകൾ മാറുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഇവർക്ക് ഇപ്പൊ ഉച്ചയ്ക്ക് പകല് ഉച്ചയ്ക്കൊന്നും ഓഫ് ആക്കാൻ പറ്റത്തില്ല, ആ ഒരു കണ്ടീഷനാണ്. അല്ല, ഓഫ് ആക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ പകല് കൂടുതൽ ഇൻഡസ്ട്രിയൽ ഏരിയകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വർക്കിംഗ് ആണ് കൂടുതലാണ്. ഈവനിങ് ഒരു 4 to 5 അല്ലെങ്കിൽ 5 to 5 അപ്പോഴത്തെ ലോഡ് പ്രശ്നമില്ല. അതായത് രാത്രി ഒരു 9 മണി തൊട്ട് ഒരു 1 മണി വരെയാണ് എല്ലാവരും ഭയങ്കര എക്സ്ട്രീം യൂസേജ് ആണെന്ന്. അതിപ്പോൾ ഒരു വീടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ 3 റൂമുണ്ടെങ്കിൽ 3 റൂമിൽ AC ഒക്കെ ഒരേ ടൈമിൽ പ്രവർത്തിക്കല്ലേ. അപ്പം അത്രയും ലോഡ് വരില്ല. അങ്ങനെ ഒരു 10 വീട് എടുക്കുമ്പോൾ തന്നെ മര്യാദ ലോഡായില്ലേ. ആ ലോഡൊന്ന് പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഓഫ് ചെയ്ത് തരണെന്നാണ് പറയപ്പെടുന്നത്. അയ്യോ എളുപ്പല്ല. അന്നേരം KSEB-നല്ല ഞാൻ അവിടെ കിടക്കുമായിരുന്നു. കിടന്നിട്ട് ഞാൻ കിടന്ന അത്ര ഭാഗം മറ്റേ ഇന്ത്യയുടെ മാപ്പ് പോലെ അത്രയും ചൂടാണ്. എടാ മുന്നേ ഇങ്ങനെ മുന്നേ ഇത്രയും ചൂടില്ലായിരുന്നു. ഓരോ വർഷം കഴിയുന്നതോറും അതായത് ഒരു എന്താ പറയാ, ഇപ്പൊ ഇങ്ങോട്ട് അബ്സോർവ് ചെയ്യുന്ന ചൂട് തിരിച്ച് പോകുന്നില്ല എന്നുള്ള രീതിയിലാണ്. അത് ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര ക്ഷീണം വരിക, ഒരു പണി ചെയ്യാൻ തോന്നുന്നില്ല, നമ്മൾ തളർത്തിക്കളയും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ എങ്ങനെയെങ്കിലും അകത്ത് കയറിയാൽ മതി എന്നുള്ള സെറ്റപ്പ് ആവും. അത്രയും ഹീറ്റാണ്. എളുപ്പമല്ല ഭഗവാനി. കാറിലിപ്പോ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പകൽ സമയത്താണെന്നുണ്ടെങ്കിൽ AC ഒന്നും ഇട്ടിട്ട് കാര്യമില്ലടാ. വണ്ടർ ഉള്ളിൽ അതുപോലെ കൂളാവണില്ല. AC ഇറങ്ങുന്ന സമയത്താണ് ജസ്റ്റ് വണ്ടിയുടെ മേലത്തെ റൂഫ് വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് നോക്കിയിട്ടുണ്ടല്ലോ, മറ്റേ അടുപ്പ് ഇരിക്കണ പോലെ ഇരിക്കണം. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ്? ചുട്ടുകൊള്ളുന്ന ഇന്ത്യ, ചുട്ടുകൊള്ളുന്ന അതില് നമ്മളിപ്പോ മറ്റേ നമ്മളെ മാപ്പ് സാറ്റലൈറ്റ് ത്രൂ നോക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനൊക്കെയാണ് ഇങ്ങനെ ഫുള്ള് റെഡായിട്ട് കിടക്കണേ. എന്നാൽ ആ സമയത്ത് ചൈന, റഷ്യ അവിടെയൊക്കെ ഭയങ്കര നീല കളർ. അവിടെയൊക്കെ വെച്ചാൽ ഭയങ്കര കൂൾ വെതറാണെന്ന് കാണിക്കണം. ഇന്ത്യയും പാകിസ്ഥാനൊക്കെ നോക്കുമ്പോൾ ചോന്ന്. ഈ ഒരു 5 വർഷം ബാക്കിലോട്ട് നോക്കിയാലും ഇത്രയും ചൂടുണ്ടായിരുന്നില്ല. ഇല്ല, ഒരു 30, 32 അങ്ങനെ 38 അങ്ങനെ. അത് തന്നെ ഭയങ്കര സംഭവം. ഇപ്പൊ 44 വരെ എത്തി. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ 45, 46 പറഞ്ഞ് കയറും എന്നാണ് ഇവർ പറയുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ചൂടിന്റെ കൂടിക്കൊണ്ടിരിക്കും, അതിന്റെ ടെമ്പറേച്ചറും കൂടിക്കൊണ്ടിരിക്കും എന്നുള്ള രീതിയിലാണ് എല്ലാരും പറയുന്നത്. അപ്പൊ അത് കാരണം വരുന്ന ഫ്യൂച്ചർ നേരിടാൻ സോളാർ പാളികളിൽ വിള്ളൽ വീഴുന്നത് കാരണമാണ് സൂര്യരശ്മികൾ പതിച്ച് നേരെ ഡയറക്റ്റ് വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പഠിച്ചിട്ടില്ലേ തന്നെ, സ്കൂള് വിട്ടാ പഠിക്കണു. അങ്ങനെയൊക്കെയാണ് കറന്റ് സിനാരിയോസ്. അതെ, ബീഹാറില് BJP ഞാൻ പറഞ്ഞല്ലേ, ബീഹാറിലെ BJP ആണ്. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ബീഹാർ UP അവിടെയൊക്കെ BJP ആണ് ഭരിക്കുന്നത്. അവര് ഭരിച്ചിട്ട് പോലും അവിടെ ലിറ്ററസി എന്ന് പറഞ്ഞ സാധനമില്ല, വികസനം അവിടെ ഡെവലപ്മെന്റ്. ബീഹാറിന് വേറെ പ്രശ്നം, ഡെവലപ്മെന്റ് റോഡൊക്കെ ടാർ ചെയ്തിട്ട് അത് മാറ്റിക്കൊണ്ട് പോകുന്ന ആൾക്കാർ. ലിറ്ററസി ഇല്ലാത്തതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊന്നാണ്. പിന്നെ എന്താ വെച്ചാൽ അവരുടെ പൈസ ഇല്ലടാ. അവരെന്താ വെച്ചാൽ അന്നത്തെ ദിവസം എങ്ങനെയും കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നോക്കണ ആൾക്കാരല്ലേ, പൈസ വേണ്ടേ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അതായത് ഈ കേരളത്തിൽ കിട്ടുന്ന 500
500 ഇതേ 500 അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് അവിടുത്തെ ഈ ആൾക്കാർക്ക് വരുന്നത്. അതുകൊണ്ടല്ലേ അവിടെ നിന്ന് ഇത്ര മണിക്കാർ ഇവിടെ വന്ന് പണിയാണ്, അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് പണിയെടുത്തപ്പോൾ. ശരിയാണ്. പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഖജനാവ് കാലിയാണ് എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഖജനാവ് കാലിയാണ്. കേരളം എത്ര കണ്ടു കടത്തിലെ കടം തീർക്കാൻ ഒരു പൗരന്റെ മേലെ എത്ര കണ്ട് കണക്കൊന്നുമില്ലോ, അങ്ങനെ എന്തോ കടത്തിലാണ്. ഒരു പൗരന്റെ മേലെ ഇത്ര രൂപ കടണ്ടെന്നാ പറഞ്ഞേ. അടുത്ത ഭരണവർഷം അല്ലെങ്കിലോ കടത്തിലായി ജീവിക്കണേ. ഇനി കേരളത്തിന്റെ കടം കൂടെ എന്റെ തലയിലാണോ ഭഗവാന്? അല്ലെങ്കിൽ EMI അതൊന്നും പറഞ്ഞ് ജയിച്ചുവാണ്. ഇനി കേരളത്തിന്റെ കടം കൂടി നമ്മൾ വീട്ടേണ്ടി വരും എന്നുള്ളത്. നമ്മളറിയാതെ നമ്മൾ അടച്ചോണ്ടിരിക്കുകയാണ്. അതായത് ടാക്സ് ഇങ്ങനെ റൈസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇതിന്റെ ഈ കടം തീർക്കാൻ അല്ലെങ്കിൽ ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് തന്നെയാണ് ടാക്സ് ഇങ്ങനെ റൈസ് ആയി വരുന്നത്. ഇനിയിപ്പോ കറണ്ട് ഇപ്പൊ KSEB ആണെന്നുണ്ടെങ്കിൽ KSEB നഷ്ടത്തിലാന്ന് പറഞ്ഞത്. അതിന് ചാർജസ് വ്യത്യാസം ടൈമിനനുസരിച്ച് ചാർജ് അല്ലേ. 10 മണി 1 മണി വരെ എന്തോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിരുന്നു മറ്റേ കറണ്ട് ബില്ലിന്റെ 1,00,000 വരെ. നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ സോളാറും കാര്യങ്ങളുള്ള കാരണമാണ് നമുക്ക് വലിയ കലാപം ഇല്ലാത്തത്. ഇപ്പൊ സോളാർ വെക്കണ ഈ ഒരു ഇഷ്യൂ ഇതും KSEB കാരണം എത്ര 5,000 കോടി 500 കോടി എന്തോ അതും കടാന്ന് പറയുന്നുണ്ട് സോളാറിനോ. അതായത് ഈ സോളാർ വെച്ചിട്ട് വെക്കിയപ്പോ എല്ലാ കുറെ വീടുകളിൽ സോളാർ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യണ കാരണം KSEBക്ക് എന്തോ ലാഭമില്ല അത്ര. അപ്പൊ അതിന്റെ മൂലകാരനായിട്ടും 500 കോടിയാണോ അങ്ങനെ എന്തോ അത് നഷ്ടത്തിലാണ്. സോളാർ വെക്കുന്നതിൽ എനിക്കൊന്ന് ഭൂരിപക്ഷം ആൾക്കാരും ഡയറക്റ്റ് സോളാർ യൂസാ ചെയ്യുന്നത്. അതെ, ഇപ്പൊ നമ്മളെ പോലെ കുറച്ച് പേരാണ് സോളാറിന്ന് ഡയറക്റ്റ് മറ്റേ KSEBക്ക് കൊടുത്ത് പിന്നെ KSEB നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനെ സോളാറിന്ന് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ബാറ്ററി വെച്ചിട്ട് ചാർജ് ചെയ്തിട്ട് അങ്ങനെ 3 മെത്തേഡ് ഉണ്ട്. ഹൈപ്പർ മെത്തേഡ് എന്ന് പറഞ്ഞ സംഭവം കൂടി ഉണ്ട്. അതായത് ഈ 2 യൂസേജും കൂടി ഉള്ളതുണ്ട്. അതായത് KSEBക്കും കൊടുക്കാം, സോളാറിന് നമുക്കും യൂസ് ചെയ്യാം. അങ്ങനെ ഒരു മെത്തേഡും കൂടി ഉണ്ട് ഇതില്. അതായത് പകല് മാത്രമല്ല നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇത് ബാറ്ററിയിലേക്ക് മാറ്റി ബാറ്ററി കൺവേർട്ട് ചെയ്ത് അങ്ങനെ വരുന്ന സംഭവം അല്ലടാ. അത് മനസ്സിലായി. അതായത് പകല് ആദ്യം നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യണം. ബാറ്ററി ചാർജ് ചെയ്തിട്ട് ബാറ്ററി ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വന്ന ഇലക്ട്രിസിറ്റി KSEBക്ക് കൊടുക്കണം. നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് KSEBക്ക് ഫുള്ളാ കൊടുക്കുന്നത്. ആ ചാർജ് കുറച്ചാണ് നമുക്ക് ബില്ല് വരുന്നത്. അതുകൂടാതെയാണ് പിന്നെ ഒരു മെത്തേഡാണ് നമ്മൾ ഡയറക്റ്റ് സോളാർ യൂസ്. KSEB നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതൊരു മെത്തേഡ് ഉണ്ട്. പിന്നെ ഈ പകൽ സമയത്ത് ഫുള്ള് അല്ല, പകലും രാത്രി. അപ്പൊ രാത്രി അല്ലല്ല, പകലാകുമ്പോ ഈ ബാറ്ററി പകല് ആദ്യം ബാറ്ററി ചാർജ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള വൈകുന്നേരം കഴിയുമ്പോ ബാറ്ററി ചാർജ് വരും. പക്ഷെ അപ്പോഴും മറ്റേ ഹെവി ആയിട്ടുള്ള AC ഫ്രിഡ്ജ് ഒന്നും വർക്ക് ചെയ്യും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുമായിരിക്കും. ബാറ്ററിക്ക് ഭയങ്കര വില. ബാറ്ററി അതിനായിട്ടുള്ള ബാറ്ററികൾ അതിനനുസരിച്ചുള്ള ബാറ്ററി എന്ന് പറയുമ്പോ 2 ലക്ഷം 3 ലക്ഷം രൂപ അടുത്ത് ബാറ്ററി വില വരും. ഇപ്പൊ അതേപോലെ തന്നെയാണ്. അപ്പൊ മൂന്നാമത്തെ മെത്തേഡാണ് ഈ സോളാറിനും യൂസ് ചെയ്യുന്നതും KSEBന്നും യൂസ് ചെയ്യുന്നതും. അതായത് KSEBയിലേക്ക് ഇത് വെച്ചിട്ടും ഇതുപോലെ KSEBക്ക് നഷ്ടമാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി എത്രയും കണ്ട് കഴിഞ്ഞ ദിവസത്തെ യൂസേജ് കണക്ക് എടുത്ത് നോക്കുമ്പോൾ ഇത്രയും കാലഘട്ടത്തിൽ ഏറ്റവും വലിയ റെക്കോർഡ് 6 എന്തോ ഒരു കണക്ക് മറന്നു. അത്രയും വരുന്നുണ്ട്. ഇപ്പൊ എനിക്കൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാത്തിനും വില കൂടി തുടങ്ങി. LPGക്ക് വില കൂട്ടി. 960-980 അത് വാണിജ്യം. കൊമേഴ്ഷ്യല് ഈ ഹോട്ടൽ യൂസ് അല്ലല്ല. കൊമേഴ്ഷ്യലിന് 900 റെസിഡൻഷ്യലിനാണ്. ഇന്ന് ന്യൂസിലുണ്ടായിരുന്നു 900 രൂപ കൂട്ടി. കൊമേഴ്ഷ്യലിന് പൈസ കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യണം. അതിന് 980 എന്താ കഴിഞ്ഞ ദിവസം വന്ന് മേടിച്ചതുകൊണ്ട് അതിന് ചിലപ്പോൾ 2-3 രൂപ അവർ കൂട്ടത്തുള്ളൂ. ബാക്കിയുള്ള മറ്റേ യൂസിന്, അതായത് ഈ ബിസിനസ് യൂസസിന് കോർപ്പറേറ്റ് യൂസിന് അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെയും കൂട്ടി. ഇപ്പൊ എല്ലാത്തിനും മാറി മാറി വരുവാണ്. വില കൂടുന്നു, വിലക്കയറ്റം. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇനി ഭരണത്തിൽ വന്ന ആൾക്കാരും ഇതിൽ വന്നു കഴിഞ്ഞാലും ഒരു മാറ്റം വരുത്തും. കാരണം ഈ LPGയുടെ ഗ്യാസില് വില കൂട്ടാക്കെ പറയണത് അത് നമ്മുടെ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ കയ്യിൽ നിൽക്കുന്ന സംഭവമല്ലോ. അത് വാറും കാര്യങ്ങളും നടക്കണ കാരണമല്ല അതിന്റെ പ്രശ്നങ്ങൾ. അതിന്റെ മാത്രമല്ല, ബാക്കിയുള്ള സാധനങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് കുറയ്ക്കാൻ പറ്റും. ചില സാധനങ്ങൾക്ക്. അല്ലെങ്കിൽ ഇപ്പൊ പെട്രോളിനാണെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ചെയ്തേക്കണേ 4 രൂപ 3 രൂപ അടുത്ത് വ്യത്യാസമുണ്ട് പെർ ലിറ്റർ പെട്രോളിന്റെ മേലെ. സ്റ്റേറ്റ് ടാക്സ് പല സാധനങ്ങളിലും കുറയ്ക്കാൻ പറ്റും. പക്ഷെ അത് ഇപ്പൊ പറയണതല്ല. ഇപ്പൊ അവരെങ്കിലും സീറ്റ് കിട്ടാൻ അല്ലെങ്കിൽ ജയിച്ച് കയറാനുള്ള തെറ്റപ്പറ്റി പറയണ ആയിരിക്കാം. ജയിച്ചു കഴിഞ്ഞിട്ടും അതിനേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. ഭരണത്തിൽ ആര് വന്നാലും ശരി,
ഇനിയുള്ളൊരു ഫുഡ് പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിലും മാത്രമേ ഉള്ളൂ. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ടാക്സ് കട്ട് ചെയ്താൽ തന്നെ ഫുള്ളായിട്ട് കട്ട് ചെയ്യണമെന്നല്ല, ഒരു കുറയ്ക്കുക, കുറച്ച് ചെറിയ പെർസെന്റേജ് കാര്യങ്ങൾ കുറയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു കുറയ്ക്കാൻ പറ്റും. കുറയ്ക്കാനേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇപ്പോഴുള്ള ഒരു 20% 25% ഒക്കെ കുറയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം വരും. അല്ലെങ്കിൽ ഈ ജനങ്ങളും കഷ്ടത്തിലാവുള്ളൂ. അതായത് മണി ഇൻഫ്ലേഷൻ ആണല്ലോ. അതായത് കിട്ടുന്ന പൈസ സ്റ്റേബിൾ ആണ്, അതില് മാത്രം കൂടുതലില്ല. ഇപ്പൊ ശമ്പളമാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 15,000 രൂപയാണ്, അതും സംസാരങ്ങളാണ് നടക്കുന്നത്. അതിൽ 15,000 കിട്ടണത് ഫിക്സഡ് ആണ്, അതിന് കൂടുതലോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ എല്ലാ മാസവും സാധനങ്ങളുടെ വിലക്കയറ്റം വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 15,000 അത് ഓടിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോഴും പ്രശ്നം. ഞാൻ ഇന്നലെ തൃശ്ശൂർ പോയപ്പോൾ തന്നെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ, പോപ്പുലർ ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിയാലോ, അവിടെ നഴ്സുമാർ സമരം നടക്കുക, ഈ സാലറി ഹൈക്ക് വേണമെന്നും പറഞ്ഞിട്ട്. അവിടെ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് സാലറി 20-25% സാലറി ഉള്ളൂ, 25,000 അതേ ഉള്ളൂ. കാരണം ആ 25,000 ഒരു കുടുംബം കേരളത്തിൽ സാലറി അത്രേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. കാരണം അവർക്കൊക്കെയല്ലേ സാലറി കൂട്ടി കൊടുക്കേണ്ടത്. അവരാണ് ഈ പറഞ്ഞ വർക്ക് ഷിഫ്റ്റ് വൈസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരാണ്. 8 hours 12 hours പറഞ്ഞ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെയാണ്. 20-25 അതും എക്സ്പീരിയൻസ്ഡ്, ഇത്രയും എക്സ്പീരിയൻസ് ആയ ആൾക്കാർ മാത്രം 10-12 അത്ര തന്നെ ഉള്ളൂ. അവിടെ ഈ അടിച്ചു വരാൻ നിൽക്കുന്ന ചേച്ചിക്ക് കൊടുക്കുന്നത് 5 or 6 കിട്ടും. ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന 5-6 ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മണി ഇൻഫ്ലമേഷൻ ഭയങ്കരമായിട്ട് വരും. ഇപ്പം ഇത്ര സാലറി ഹൈക്ക് വന്നാൽ തന്നെയാണ് ഓരോരുത്തരുടെ ചുറ്റുപാടും മാറുള്ളൂ, കാര്യങ്ങൾക്ക് മെച്ചവും വരുള്ളൂ. എല്ലാത്തിലും മാറ്റം വരുത്തേണ്ട സംഭവമാണ്. ഇപ്പൊ ആര് ഇലക്ഷൻ ജയിച്ചാലും ഭരണത്തിൽ കയറുന്ന ആൾക്കാർ 2-3 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ട് വരും. അപ്പൊ എല്ലാവർക്കും കാത്തിരിക്കാൻ എന്തുണ്ടാവുന്നുള്ളത് വെയിറ്റിംഗ് ആണ്. എല്ലാവരും വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാരും ഈ പ്രതിച്ഛായ മാറി തുടങ്ങി, പൊളിറ്റിക്സിലേക്കുള്ള പ്രതിച്ഛായ എല്ലാരും മാറി തുടങ്ങി. പണ്ടത്തെ പോലെ ആരെങ്കിലും ഭരിച്ചോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ജയിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ കുറച്ചും കൂടെ ഒരു വ്യൂ പോയിന്റ്സ് ഉണ്ട് കുറെ പേർക്ക്. എല്ലാവർക്കും അവരുടെ രണ്ട് ഭാഗത്തുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ മെജോറിറ്റി മാറി തുടങ്ങി എന്നാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ, ഭരണത്തിൽ ആര് വരണം വേണ്ട എന്നുള്ളത് നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്. അതും ഈ പ്രാവശ്യവും നമ്മുടെ കയ്യിൽ കണ്ടറിയാം, അത് നമുക്ക് പറയാൻ ഇപ്പം നമുക്കൊന്നുമില്ല, റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ അതാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ള മേജറായിട്ടുള്ള കണ്ടന്റ്. ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കണ്ടന്റ് പിടിച്ച് ഇതാക്കണം. സോ നമ്മള് ചാനലിൽ ഇട്ടാക്കുന്ന വീഡിയോസ് എല്ലാരും വാച്ച് ഔട്ട് അവിടുന്ന് ഇവിടുന്നും കേറി വരുന്നുണ്ട്. വി ആർ സോ ഹാപ്പി ടു സീ യു ഓൾ. സബ്സ്ക്രൈബ് ചെയ്യുക, അതെ, ലൈക്ക് അടിക്കുക. കാണുന്നവരെല്ലാം നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. അതെ, മെജോറിറ്റി നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. അവരെല്ലാരും സബ് അടിക്കുക, ലൈക്ക് അടിക്കുക, മണി അടിക്കുക, കമന്റ് ചെയ്യുക, വീഡിയോ കണ്ട അഭിപ്രായങ്ങൾ പറയാം. അതെ, അപ്പോ ഓക്കെ, ബൈ.